വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ ചായക്കടി, അതുപോലെ ഉച്ചയ്ക്കുള്ള ചോറ് കൂട്ടാൻ, അതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഡേ വീഡിയോ ഒന്നുമില്ല, കുറച്ച് കുക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് മസാല പനിയാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല ആദ്യം തയ്യാറാക്കണം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവോള, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ലേശം മുളകും പൊടിയും കൂടി ചേർക്കുക. അധികം എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ. അപ്പോൾ ഇത് ഇതിലേക്കുള്ള മാവാണ്. മാവെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ദോശ, ഇഡ്ഡലിയുടെയൊക്കെ മാവ് തന്നെയാണ്. അതിലേക്ക് നമ്മുടെ ഈ മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കുകയാണ് മാവ്. അപ്പോൾ നല്ല കട്ടി ഉണ്ടെങ്കിൽ ഒരു ദോശമാവിൻ്റെ പാകത്തിനാക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ബ്രഷ് കൊണ്ട് ആക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ചായിട്ട് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 3/4 ഭാഗമൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആവുകയും ചെയ്യും. എന്ന് ഈ ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുക്കുന്നത്, അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ അല്ലേ. നമുക്കിതൊരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വേഗം തന്നെ ആവും കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. 2 മിനിറ്റും കൂടി അങ്ങനെ ഒന്ന് മൂടി വെച്ചപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം പോലെ, എന്നാൽ ഇഡ്ഡലിയുടെ പോലെയും അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചട്നി കൂട്ടിയിട്ടോ ചമ്മന്തി കൂട്ടിയിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാം. കറി ഇല്ലാതെയും കഴിക്കാം, കാരണം മസാല ഉള്ളത് കൊണ്ട് തന്നെ കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിറകൊക്കെ ഒന്ന് മാറ്റിയിട്ട് തീ പിടിപ്പിക്കുകയാണ്. ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പണികളൊക്കെ കഴിയുമ്പോഴേക്കും അതൊന്ന് ചൂടായി വരും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് മീനുണ്ട് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല നാടൻ വളർത്തു മീനാണ് കേട്ടോ, തിലാപ്പിയ മീനാണ്. അപ്പോൾ അത് ഇന്നലെ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജീവനോടെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ചു. പിന്നെ നമ്മളതിനെ കൊല്ലേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി മരവിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ തണവൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ, അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പം മീനിൻ്റെയൊക്കെ മണം കേട്ടപ്പോഴേക്കും ഒരാൾ ഇവിടെ ഇങ്ങനെ പാഞ്ഞിട്ട് വരുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ അവളെ രാവിലെ ഇതുപോലെ പറമ്പിലേക്കൊക്കെ ഒന്ന് വിടട്ടോ, ഒരു എക്സസൈസ് ആവാൻ വേണ്ടിയിട്ട്. ഫുൾ ടൈം കൂട്ടിൽ തന്നെ ആകുമ്പോൾ അവർക്കൊരു വ്യായാമം ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ രാവിലെ കുറച്ച് സമയം, അതുപോലെ തന്നെ വൈകുന്നേരത്തും കുറച്ച് സമയം ഒന്ന് പുറത്തേക്ക് വിടും. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. ചട്നി ചമ്മന്തിയൊക്കെ ആയാലും സാമ്പാറായാലൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒന്നും ഇല്ലാതെയും കഴിക്കുക, അത് വെറുതെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി അപ്പോഴേക്കും വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അരി ഇനി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് വേഗം അടുപ്പത്തിടട്ടെ. മീൻ മുറിക്കുന്നത് ഞാനല്ല കേട്ടോ, ഇത് വലിയ മീനായ കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല ചെയ്യാൻ. അപ്പോൾ ഹസ്ബൻഡ് ഇന്നത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ആളാണ് ചെയ്യണത്.
അപ്പോൾ മീൻ നന്നാക്കുന്ന സമയത്താണ് കേട്ടോ ഗൗരിക്കുട്ടി എണീറ്റ് വന്നത്. അപ്പോൾ അവൾ കുറച്ച് നേരം മീൻ നന്നാക്കണതൊക്കെ നോക്കിയിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ മീനിൻ്റെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് കഷ്ണാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വറുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് തിരുമ്മി വയ്ക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതാണ് ഇത്രയും ചേർത്തിട്ട് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മീനിലെ മസാല പുരട്ടി വയ്ക്കുക. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു. കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് ചുമന്നുള്ളി മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ മുളകും പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട നാളികേരം ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് നാളികേരം, അതിലേക്ക് ഒരല്ലി ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ വെന്തു. അപ്പോൾ കുറച്ച് വാളംപുളി പിഴിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഇവിടെ എപ്പോഴും കുറച്ച് കൂടുതലാണ് പുളി ഇടാറ്. അപ്പോൾ പുളിയും കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള നാളികേരം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തള വന്നു തുടങ്ങിയപ്പോൾ തന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വല്ലാതെ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ കഷ്ണമൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് കുറവാണെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല നാടൻ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഉള്ളി കാച്ചാം, ഞാനതൊന്നും ചെയ്യണില്ല കേട്ടോ. ഇനി നമുക്ക് ആ മീനും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ മീൻ വറക്കുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം കൂടിയും സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് മീൻ വറവിന്. ഞാൻ വെളുത്തുള്ളിയും പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മീൻ കൂട്ടാനും മീൻ വറവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലത്തെ പണിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അകത്തേക്ക് പോയി നോക്കാം. അപ്പോൾ അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഇവിടെ കണ്ടില്ലേ, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒതുക്കലാണെങ്കിൽ ബാക്കി പണി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും വരാം. ബൈ ഫ്രണ്ട്സ്.